എന്താ ടെസ്റ്റ് ചെയ്താ ബോണി ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല, ഞാനല്ലേ പറയണേ. പിന്നെ പപ്പയ്ക്ക് എന്തോ പേഴ്സണലായിട്ട് പറയാനുണ്ടോ? ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ലോ. പപ്പ സംസാരിക്കാറൊക്കെ ഉണ്ടോ ഇവിടെ? ബോണി പോയേ. ഓക്കെ, കൈ മറന്നല്ലോ. കല്യാണത്തിന് മുമ്പ് സ്റ്റെഫി എല്ലാം വിശദമായി സംസാരിച്ചത് കൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. അവളുടെ മമ്മി ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന കാര്യത്തിൽ തനിക്ക് സംശയമൊന്നുമില്ലല്ലോ? ഒരു സംശയമില്ല. ഏതൊരു മലയാളി യുവാവിനെയും പോലെ താനും ഒരു ടിപ്പിക്കൽ ഫസ്റ്റ് നൈറ്റ് ആവും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ഈ ഡയലോഗ് ഞാൻ അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അഫ്സോസ് കി ബാത് ഹൈ. അതിനുള്ള ടൈമൊന്നും ഉണ്ടായില്ല. എന്താ പറഞ്ഞേ? നിരാശാജനകമെന്ന് പറഞ്ഞതാ. എന്തായാലും തനിക്ക് വേണ്ടി ഞാൻ അവളുമായിട്ടൊന്ന് സംസാരിക്കാം. വലിയ ഉപകാരമായിരിക്കും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാ, ഞാനും അവളും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയിലല്ല. ആരും തമ്മിൽ? ഞാനും അവളും തമ്മിൽ. ഇത് കേക്കൂലേ? എന്റെ അനുവാദമില്ലാതെ അവൾ ഈ മുറിക്കകത്ത് കിടക്കില്ല. പപ്പേനെ പേടിയാണല്ലേ? അതൊക്കെ വഴിയെ മനസ്സിലാവും. പപ്പ ഒരു ധീരന. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്ക് തന്നോട് അല്പം സംസാരിക്കാനുണ്ട്. സംസാരിക്കേ. ഒരുപാട് പ്രപ്പോസൽ വന്നിട്ടും ഞാൻ സ്റ്റെഫിക്ക് വേണ്ടി തന്നെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്തെന്നറിയാമോ? സ്മാർട്ട്നെസ്. അത് ശരാശരിയല്ലേ ഉള്ളൂ. വിദ്യാഭ്യാസവും. അത് പറയാതിരിക്കാണ് ഭേദം. അധികം ആലോചിച്ച് വിഷമിക്കണ്ട, ഞാൻ പറയാം. സ്റ്റെഫിയുടെ മമ്മിയായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഏറ്റവും അനുയോജ്യൻ താനാണെന്ന് ഒരു ഇൻറ്റ്യൂഷൻ എനിക്കുണ്ടായി. ഇന്നലത്തെ സംഭവത്തോടെ താനൊരു നല്ല പോരാളിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ആ കപ്പ് എനിക്ക് വേണ്ട പപ്പ. അങ്ങനെ പറയല്ലേ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ രഹസ്യമാ, ആരും അറിയാൻ പാടില്ല. പപ്പയ്ക്ക് പേടിയില്ലെന്ന് പറഞ്ഞിട്ട്? എനിക്ക് അവളെ പേടിയില്ലെന്നല്ലേ പറഞ്ഞോളൂ. അവക്ക് എന്നെയും പേടിയില്ല. അപ്പൊ കോംപ്ലിക്കേഷൻ മനസ്സിലായില്ലേ? മനസ്സിലായി. ഈ വീട്ടിൽ അവക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്ന് സ്റ്റെഫി പറഞ്ഞുതരും. അവൾ ആളൊരു നിർബന്ധ ബുദ്ധിക്കാരിയാ. എന്റെ വൈഫേ. മമ്മിയുടെ റൂൾസ് കേൾക്കുമ്പോൾ ബോണിക്ക് ഭയങ്കര സില്ലി ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ അതെല്ലാം ഇവിടെ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. പറയട്ടെ, ഭക്ഷണം മിച്ചം വെക്കാൻ പാടില്ല. ഫുഡ് കഴിക്കുമ്പോൾ താഴെ വീഴാൻ പാടില്ല ഒരു തരി പോലും. തീന്മേശയിലും ദുരന്തം. വരൂ. കോപ്പി. ഫ്രിഡ്ജ് തുറന്നാൽ 20 സെക്കൻഡിനകം അടയ്ക്കണം. അതായത് ഫ്രിഡ്ജ് തുറക്കുന്നതിന് മുന്നേ തന്നെ എന്താണ് എടുക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ട് വേണം തുറക്കാൻ. മനസ്സിലായില്ലല്ലോ. വീട്ടിനുള്ളിൽ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഈ നനഞ്ഞ ചപ്പൽ ഒട്ടും പാടില്ല. മമ്മിയുടെ റൂളാ. ഉപയോഗിച്ച തുണിയിൽ അവിടെ എവിടെയും വലിച്ചെറിയാൻ പറ്റില്ല. നനഞ്ഞ ടവല് ഒരു കാരണവശാലും കട്ടിലിൽ കൊണ്ടുവന്ന് ഇടരുത്. പിന്നെ ഉടുത്തോണ്ട് മുറ്റത്ത് കൂടെ നടക്കണോ ഉണങ്ങാൻ വേണ്ടി? ഇതാണ് മമ്മിയുടെ റൂം. ഞാൻ ബോണിയെ ഒരു ദിവസം തുറന്നു കാണിക്കാം. നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷെ മമ്മി ബോണിയെ അക്സെപ്റ്റ് ചെയ്യുന്ന ദിവസം. ഈ വീട്ടിൽ ഓരോ സാധനങ്ങളും പ്ലേസ് ചെയ്തിരിക്കുന്നതും അതിന്റെ ഡിസൈനും ഒക്കെ മമ്മിയുടെ ഇഷ്ടപ്രകാരം. അതിന്ന് ഒരു സാധനം മാറുന്ന മമ്മിക്ക് ഇഷ്ടമല്ല. ചുരുക്കം പറഞ്ഞ ഈ വീടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ മമ്മിയാ. ബോണി, മമ്മിയെ പരിചയപ്പെടണ്ടേ? ഞാനോ? പരിചയപ്പെടാം. മമ്മിയോട് ഹലോ പറ. ഹലോ മമ്മി. ഹലോ മമ്മി. ഹലോ മമ്മി. ഞാൻ പറഞ്ഞില്ലേ, മമ്മിക്ക് ഒരു കുഴപ്പമില്ല. അല്ലേ? ബോണി ഇപ്പൊ തന്നെ ഇഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നത്. ഇത്രേ ഉള്ളൂ. ഞാനാകെ പേടിച്ചു പോയല്ല. ഹലോ മമ്മി. പേടിക്കണ്ട ബോണി, പ്രത്യേകിച്ചും പ്രൈവസിയുടെ കാര്യത്തില്. ബോണിക്കത് എന്തായാലും കിട്ടും. ബാത്റൂമില് ഓക്കെ അല്ലേ?
മോയെ ചിരികളി നിലവിളിയായി പോയേ മതിന്റെ ഗതിഗതി മാറിപ്പോയേ പറഞ്ഞവനടി മുടി പാളിപ്പോയേ തായെ മദറില്ലായേ താങ്ങാൻ പവറില്ലായേ തായെ തെങ്ങിക്കരയാൻ ഇനി വയ്യായേ മരുമകനായേ മോയെ മോയെ നിലവിലെ മനനില സമനിലയല്ലാതാവുകയായേ തായെ ചറപ്പറയടിയടിയടിയായേ മതിയായേ വയ്യായേ പാറി നടന്നൊരു പയ്യനെ ഇങ്ങനെ താഴെയിടല്ലേ തായെ പാവം ശത്രുഗണത്തിനും ഇത്തരം ഒരു വിധി അരുതെന്നായി പോയേ. നോ പ്രോഗ്രസ്. എന്റെ ഇൻറ്റ്യൂഷനും കാൽക്കുലേഷനും ഒക്കെ തെറ്റിയെന്നാ തോന്നുന്നത്. ഞാൻ ആലോചിക്കായിരുന്നു അപ്പ ഞാനും സ്റ്റെഫിയും കൂടി ഒരു വീട് വാടകയ്ക്ക് എടുത്ത് മാറിയല്ലോ. അതാവുമ്പോ രണ്ടു കൂട്ടർക്കും പ്രൈവസി കിട്ടും. എന്താ പാപ്പയുടെ അഭിപ്രായം? വളരെ നല്ല ഡിസിഷൻ. മമ്മി പല പ്രതിരോധ രീതികൾ ഞാൻ അവലംബിക്കും. അടുത്തത് റോമൻ സാമ്രാജ്യത്തിലെ കിങ് ലിയോണ്ടസിന്റെ പടച്ചട്ടയാണ്. അതുകൂടി വെയിറ്റ് ചെയ്യും. ആമസോണിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്.